വയനാട്ടിൽ വീണ്ടും നരഭോജി കടുവ ഒരു ജീവൻ എടുത്തിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 8 പേരാണ് വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മന്ത്രിയെ തടയുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇനി പരിശോധിക്കാനുള്ളത്. പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ജെസി, ചിറക്കര ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടുവയെ പിടികൂടാൻ സ്ഥലത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്നതിന്റെ ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. രാധയുടെ കുടുംബങ്ങളെ മന്ത്രി ഒ ആർ കേളു സന്ദർശിച്ചു. രാധ അവിടുത്തെ വനം വകുപ്പിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ, വാച്ചറായി ജോലി ചെയ്യുന്ന ആളുടെ ഭാര്യയാണ്. രാധ രാവിലെ കാപ്പിക്കുരു പറിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഈ മേഖലയിൽ കടുവയുടെ ഭീഷണി അല്ലെങ്കിൽ വന്യജീവികളുടെ ഭീഷണിയുണ്ട് എന്ന ഒരു പരാതി നിരന്തരം നാട്ടുകാർക്ക് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പൂർണ്ണമായും ആശങ്കയിലേക്ക് ആ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് മന്ത്രി ഒ ആർ കേളു പറയുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ കൂട് വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ കൂട്ടിൽ കൂടുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കാരണം അത് രണ്ടാമതും ആ വഴിക്ക് സഞ്ചരിച്ചിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ അത് അകപ്പെടുമെന്നുള്ളത് പ്രതീക്ഷ. ഏതായാലും അത് നേരം വിളിക്കുന്നവരെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. RRT ടീമും അതിൻ്റെ കൂടെ തന്നെ നാളെ നേരം വിളിക്കുന്നവരെ അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളൊരു ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കുടുംബത്തിനുള്ള ആദ്യ കൂടി കോമ്പൻസേഷൻ നമ്മളിപ്പോൾ തന്നെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഒരു 5 ലക്ഷം നമ്മൾ കൊടുക്കും. എന്നിട്ട് ഞങ്ങളോട്ട് പോകുന്നത് അവരുടെ വീട്ടിലേക്ക്. അവിടെ താമസിക്കുന്ന ആളുകാരെ സംബന്ധിച്ച് അവർക്ക് ധൈര്യത്തോടുകൂടി പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു. ഏത് നിമിഷവും കാട്ടാനയെ കാണാം, അതല്ലെങ്കിൽ ഒരു കടുവയെ കാണാം എന്ന നിലയിലേക്ക് അവിടുത്തെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിലെ ആശങ്ക അതൊരു പ്രതിഷേധമായി നാട്ടുകാർക്ക് മാറിയിട്ടുണ്ട്. ഇന്ന് മന്ത്രിയെ തന്നെ തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലും പഞ്ചാരക്കൊല്ലിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണുക, നാട്ടുകാരെ അവരുടെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുക, അവർക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കുക, ഇതൊക്കെയാണ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. ഈ പലരും ഇപ്പോൾ അവിടെ മാത്രമല്ല പ്രതിഷേധം ഉണ്ടാകുന്നത്, ഈ വാർത്ത അറിഞ്ഞ് കേരളത്തിൽ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരുടെ പ്രതിഷേധം, അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. 24 ഈ വാർത്ത കൊടുക്കുമ്പോൾ യൂട്യൂബിൽ അവരുടെ കമന്റുകൾ, നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. അബ്രഹാം തോമസ് പറയുന്നത് മനുഷ്യജീവനേക്കാൾ വില വന്യജീവികൾക്കാണോ എന്ന് ചോദിക്കുന്നു. ഷഫീർ മണ്ണാർക്കാട് ടസ്കർ പറയുന്നു, കണ്ടാമൃഗത്തിന്റെ തൊലിയുള്ള ആൾക്കാരല്ലേ നിങ്ങളും കാട് കയറണം എന്ന് ആക്ഷേപത്തിൽ പറയുന്നു. വയനാടിൻ്റെ പേര് മാറ്റി വന്യജീവികളുടെ നാടെന്നാക്കണം എന്ന് എബ്രഹാം തോമസ് എഴുതിയിരിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പ്രതിഷേധവും നിർദ്ദേശങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയും കടുവയ്ക്കായി വേണ്ടിയുള്ള നിരീക്ഷണം ഈ പഞ്ചാരക്കൊല്ലിയിൽ തുടരുമെന്നാണ് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിക്കുന്നത്. ഇപ്പോൾ സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. ഇന്ന് രാത്രിയും അവിടെ നിരീക്ഷണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുകയാണ്. മേഘശ്രീയുടെ വാക്കുകളിലേക്ക്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാവിലെ മുതൽ സ്ഥലത്തിലുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പോലീസ്, എല്ലാവരും നല്ല ഇടപെടൽ രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണൂരിനെ ഒരു മാവോയിസ്റ്റ് റിവ്യൂവിനെ മീറ്റിങ്ങിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഐ ഓൾസോ റിട്ടേൺഡ് ബാക്ക്. അപ്പോൾ നല്ല രീതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇടപെട്ടിട്ട് കാര്യങ്ങളും തീർപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങളും നമ്മൾ വാട്ട് എവർ വി ഹാവ് കമ്മിറ്റഡ് നമുക്കത് ഓണർ ചെയ്യും. നിലവിൽ ഇപ്പോൾ എന്താണ് പഞ്ചാരക്കൊല്ലിയിലെ സാഹചര്യം? വനം വകുപ്പ് കൂടുവെച്ച് കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഊർജിതമായ ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ചവർ പരിഭ്രാന്തിയിലാണ്. ഈ ഘട്ടത്തിൽ വനം വകുപ്പ് കടുവയെ പിടികൂടാൻ നടത്തുന്ന ശ്രമങ്ങൾ എത്ര കണ്ട് വിജയത്തിലെത്തും എന്നത് ആകാംക്ഷയോടുകൂടി നാട്ടുകാരൊക്കെ കാത്തു നിൽക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി വയനാട്ടിൽ നിന്ന്, പഞ്ചാരക്കൊല്ലിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, നാട്ടുകാരെ സംബന്ധിച്ച് പരിഭ്രാന്തി വളരെയധികം കൂടിയിരിക്കുന്നു. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതൊരു നരഭോജി കടുവയാണ് എന്ന സംശയം നിലനിൽക്കുന്നുണ്ടല്ലോ. ആ കടുവയെ പിടിക്കാൻ വേണ്ടി വനം വകുപ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, കർണാടക വനമേഖലയിൽ നിന്നാണ് ഈ കടുവ വന്നിട്ടുള്ളൊരു സംശയമുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ബൈരക്കൊല്ലി എന്ന് പറയുന്ന ബൈരക്കുപ്പ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്തിനടുത്ത് ബാവലിക്കപ്പുറത്തുള്ള പ്രദേശമാണിത്. ആ മേഖല കേന്ദ്രീകരിച്ച് ഒരു
കാട്ടിൽ ഒരു സ്ത്രീയെ കാണാതായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള തരത്തിൽ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു സ്ഥിരീകരണമില്ല. വനംവകുപ്പും അത് സ്ഥിരീകരിക്കുന്നില്ല. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ തെരച്ചിൽ നടത്തുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട്. ഒരുപക്ഷെ ആ കടുവയാണോ ഈ കടുവ എന്നൊക്കെ അത് പിന്നീട് തെളിയേണ്ടതാണ്. എന്തായാലും ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയാൽ മാത്രമേ ദൃശ്യം കുടുങ്ങിയാൽ മാത്രമേ ഈ കടുവ ഏത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. ഇത് വയനാടിന്റെ ഭാഗമായ കേരളത്തിന്റെ ഡാറ്റാബേസിലുള്ള കടുവയാണോ അതോ അമരക്കുനിയിലേതുപോലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ ഡാറ്റാബേസിലെ കടുവയാണോ എന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായും അത് ക്യാമറ ട്രാപ്പിൽ കുടുങ്ങേണ്ട ഒരു സ്ഥിതിയുണ്ട്. അത് കുടുങ്ങാത്ത പക്ഷം നമുക്ക് ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും വനംവകുപ്പിന് നടത്താൻ വേണ്ടി കഴിയുകയില്ല. രാത്രി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സന്നാഹത്തോടു കൂടിയുള്ള തെരച്ചിൽ തന്നെയാണ് വനംവകുപ്പ് നടത്തുന്നത്. ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അതിനെ ഒന്നുകിൽ ജീവനോടെ പിടികൂടുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ള അത്തരത്തിലുള്ള ഉത്തരവാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും മുന്നിൽ കിട്ടിയാൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ള തരത്തിലുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പിന് കടക്കേണ്ടി വരും. വെറ്റിനറി ഓഫീസർമാരുടെ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ മേഖലയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട് നോർത്ത് ഡിവിഷനിലാണ് ഈ പ്രദേശമുള്ളത്. ഈ സംഭവം നടന്ന പ്രദേശം നോർത്ത് ഡിവിഷനിലാണ്. സൗത്ത് ഡിവിഷനിൽ ഉൾപ്പെട്ട പല മേഖലകളും ചെതലയം, പുൽപ്പള്ളി അടക്കമുള്ള റേഞ്ചുകളിൽ നിന്ന് കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. RRT സംഘം ഈ വനമേഖല കേന്ദ്രീകരിച്ച് തെരച്ചിലും നടത്തുന്നുണ്ട്. കാരണം രണ്ടാം തവണയും കടുവയെ കണ്ടു എന്ന് ആളുകൾ പറയുന്നുണ്ട്. അതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു നടപടി തുടരുകയാണ്. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളതാണ്. കാരണം ഏറ്റവും അധികം വലിയ രീതിയിൽ ഇവിടെ സസ്യ സമ്പത്തുള്ള ഒരു വനമേഖലയാണ്. സ്വാഭാവികമായും കൂറ്റൻ മരങ്ങളെല്ലാം തന്നെ വളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തേയിലക്കാടുകളാണ്, ഒപ്പം കാപ്പിത്തോട്ടങ്ങളുണ്ട്. അതിനകത്ത് കടുവ മറഞ്ഞിരുന്നാൽ എന്തായാലും കടുവയെ കണ്ടെത്തുക എന്നുള്ളത് വനംവകുപ്പിന് മുമ്പിൽ വലിയ വെല്ലുവിളിയാണ്. കൂടിനകത്ത് ഒരു ആടിനെ വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഒരുപക്ഷെ കൂട്ടിലേക്ക് വന്നു വീഴാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ആ ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. നമുക്ക് മറ്റു ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. കാരണം ഈ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച പഞ്ചാരക്കൊല്ലി സ്വദേശി രാധ വനംവകുപ്പ് താൽക്കാലിക വാച്ചറുടെ ഭാര്യയാണ്. രാധ രാവിലെ ഈ മാനന്തവാടി ടൗണിനടുത്തുള്ള പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം അവിടെ കാപ്പിക്കുരു പറിക്കുകയായിരുന്നു രാധ. അവിടെയാണ് പതിയിരുന്ന കടുവ ആക്രമിച്ചത്. കഴുത്തിൽ ആണ് കടുവ ആക്രമിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 100 മീറ്ററോളം രാധയെ കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയി. തലയുടെ പിൻഭാഗം കടുവ ഭക്ഷിച്ച നിലയിലാണ് എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. സുർജിത്ത്, അതായത് പതിയിരുന്ന് ആക്രമിക്കുന്നു, എന്നിട്ട് ഈ രാധയുടെ ശരീരം 100 മീറ്ററോളം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു ഈ എസ്റ്റേറ്റിൽ പതിയിരിക്കുന്ന കടുവ. അപ്പോൾ ഇത് ഒരു നരഭോജി കടുവയാണ് എന്ന ഒരു തീർപ്പിലേക്ക് ഈ വനംവകുപ്പ് എത്തിയിട്ടുണ്ടോ? അപ്പോൾ കടുവ അത് കർണാടകത്തിൽ പെടുന്നതാണോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഡേറ്റാബേസിലുള്ളതാണോ എന്ന് തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതൊരു മാൻ ഈറ്റർ ടൈഗറാണ് എന്ന നിഗമനത്തിലാണോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്? സ്വാഭാവികമായും മാൻ ഈറ്റർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് ഇങ്ങനെ വെടിവെച്ച് കൊല്ലാനുള്ള ആ ഒരു ഉത്തരവ് ഇറങ്ങണമെങ്കിൽ സ്വാഭാവികമായും അത് മാൻ ഈറ്റർ പട്ടികയിലേക്ക് വരണം. ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വെടിവെച്ച് കൊല്ലുക എന്നുള്ള ആ ഒരു ദൗത്യം വനംവകുപ്പിന് മുമ്പാകെ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ 8:30 കൂടിയാണ് ഈ രാധയുടെ ഭർത്താവ് അച്ചപ്പൻ ഇവിടെ നിന്ന് മോട്ടോർ സൈക്കിളിലാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. അതായത് ഇവിടുന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ മാത്രമാണ് ആ ദൂരം, സംഭവം ഉണ്ടായ ദൂരം. അവിടെ പ്രിയദർശിനി എസ്റ്റേറ്റ് കടന്ന് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു കോളനിയുണ്ട്. ആ കോളനിയും കടന്ന് ഒരു വീടുണ്ട്. ആ വീടിനോട് ചേർന്നാണ് ഈ തോട്ടമുള്ളത്. ഈ തോട്ടത്തിന്റെ തൊട്ട് താഴെ ഒരു കൊല്ലിയാണ്, അതായത് ചതുപ്പ് നിലമാണ്. ആ ചതുപ്പ് നിലത്ത് അവിടെ നിന്നാണ് വലിച്ചിഴച്ച് കൊണ്ടുപോയിരിക്കുന്നത്. വലിച്ചിഴച്ച് 150 മീറ്ററോളം അകലെയാണ് മൃതദേഹം കാണപ്പെടുന്നത്. ഛിന്നഭിന്നമായ നിലയിലാണ് മൃതദേഹം, അതായത് കടിച്ചു കുടഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും തല ഉൾപ്പെടെ വേർപെട്ട നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് എന്നുള്ളതാണ് അതിന് സാക്ഷികളായ ആളുകൾ പറയുന്നത്. അതിനുശേഷം നേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരമറിയിക്കുകയായിരുന്നു. തണ്ടർബോൾട്ട് സംഘമാണ് ഇത് കണ്ടെത്തുന്നത്. കാരണം ഇന്ന് ഇവിടെ മാവോയിസ്റ്റ് അഫക്റ്റഡ് മേഖലയാണിത്. ഈ തലപ്പുഴ, മക്കിമല, കമ്പമല എല്ലാം ഈ പ്രദേശത്തിന്റെ ഭാഗമായി കിടക്കുന്ന മേഖലയാണ്. ഇവിടെ മാവോയിസ്റ്റുകൾക്ക് വേണ്ടി കോമ്പിംഗ് നടത്തിയിരുന്ന തണ്ടർബോൾട്ട് സംഘമാണ് ആദ്യമായി ഇങ്ങനത്തെ ഒരു അസാധാരണമായ ഒരു സംഭവം കാണുന്നത്. അതായത് നിറയെ ചോര പുരണ്ട രീതിയിലായിരുന്നു ഇലകളും മറ്റും കണ്ടത്. ഒപ്പം തന്നെ വലിച്ചിഴച്ച പാടുകൾ, പഗ്മാർക്കുകൾ, അതെല്ലാം കണ്ടതിനെ തുടർന്നാണ് ഇങ്ങനെ സംഭവം എന്ന് മനസ്സിലായതും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതും വേഗം തന്നെ മൃതദേഹം എത്തിച്ച് പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഓഫീസിന്റെ മുമ്പിലേക്ക് എത്തിച്ചു. അവിടെ മൃതദേഹം വെച്ചു. തുടർന്ന് പ്രതിഷേധമുണ്ടായി. മന്ത്രി OR കേളു സ്ഥലത്തെത്തി. OR കേളു മന്ത്രിയെ തടയാൻ ഉൾപ്പെടെ നീക്കം, അത്തരത്തിലുള്ള ആ രീതിയിലേക്ക് പ്രതിഷേധം മാറുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. നാട്ടുകാരും
ഒരു വിഭാഗം നാട്ടുകാരാണ് ഇങ്ങനെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം നേരത്തെയും ഇത്തരത്തിൽ പരാതികൾ നിരവധി കൊടുത്താണ് വനം വകുപ്പിന്, എന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. ഇതേ തുടർന്ന് പ്രതിഷേധത്തിനൊടുവിൽ ആണ് ഇങ്ങനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഇറങ്ങിയത്. സുർജിത്ത്, കണക്കുകൾ ശരിയാണോ എന്നറിയില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 8 പേരാണ് വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിവരം. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് അവർ ഏറ്റവും വലിയ പരിഭ്രാന്തിയിൽ കഴിയുന്ന സാഹചര്യമാണിത്. അപ്പോൾ നേരത്തെ മന്ത്രി വന്നപ്പോൾ പോലും നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായത്. ഇപ്പോൾ വനം വകുപ്പിന് നേരെയുള്ള പ്രതിഷേധം സ്ഥിരമാണ്. ഇപ്പോൾ മന്ത്രിക്കെതിരെയും പ്രതിഷേധിച്ചു. നാട്ടുകാർ ഈ ഘട്ടത്തിൽ പുലിയെ പിടികൂടാനുള്ള വനം വകുപ്പിന്റെ ദൗത്യത്തിനോട് എത്രത്തോളം സഹകരിക്കുന്നുണ്ട്, എന്താണ് അവർ പറയുന്നത്? എന്തായാലും ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്, മറ്റ് പ്രശ്നങ്ങളില്ല. കാരണം നാട്ടുകാർ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഡോക്ടർ അരുൺ സഖറിയ ഇവിടേക്ക് എത്തും. അതോടുകൂടി ഈ ദൗത്യം വളരെ സജീവമായ രീതിയിൽ നടക്കും. പക്ഷേ കടുവ കൂട്ടിൽ കയറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം കാടിനകത്തേക്ക് കടുവ കയറിയാൽ സ്വാഭാവികമായും തിരിച്ച് അതിനെ കണ്ടെത്തുക എന്നുള്ളത് വലിയ സങ്കീർണമായ ദൗത്യമാകും. തൊട്ടടുത്ത് ഈ ബന്ദിപ്പൂരിന്റെ നഗർഹോളയുടെയൊക്കെ തന്നെ വനമേഖലയാണ്, കർണാടക വനമേഖലയാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് തിരുനെല്ലി ഭാഗമാണ്. ഒരു കാര്യം കൂടി സുർജിത്ത്, അവിടെ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി മുഴുവൻ ഈ ദൗത്യത്തിന്റെ ഭാഗമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ തന്നെ നിലയുറപ്പിച്ച് അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ച് ഈ നിരീക്ഷണം നടത്തുക എന്ന തീരുമാനമാണോ ഉള്ളത്? തീർച്ചയായും ഇവിടെ ഡോക്ടർ രാജേഷ് മോഹൻദാസ് എത്തിയിട്ടുണ്ട്. DFO ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നോർത്തേൺ CCF KS ദീപ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് വനംവകുപ്പ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തണ്ടർബോൾട്ട് സംഘവുമുണ്ട്. അങ്ങനെ ഒരു കേന്ദ്രീകരിച്ച ഒരു പരിശോധന തന്നെയാണ് നടക്കുന്നത്. ഏതായാലും അവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവർ ഈ കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടത്തുകയാണ്. സുർജിത്ത് അയ്യപ്പത്തിന് അവിടെ നിന്ന് മറ്റ് വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്, നാട്ടുകാരുടെ പ്രതികരണങ്ങൾ എടുക്കാനുണ്ട്. വനം വകുപ്പ് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ കടുവയെ നിരീക്ഷിക്കാനും കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി മുഴുവൻ കടുവയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം നിലവിലെ സാഹചര്യത്തിലുണ്ട്. തുടക്കത്തിൽ നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തന്നെ 8 പേർ വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലാണ് രാധ എന്ന സ്ത്രീ. രാധ പഞ്ചാരക്കൊല്ലിയിൽ അവിടെ കാപ്പിത്തോട്ടത്തിൽ കാപ്പിക്കുരു പറക്കുന്നതിനിടയിലാണ് മറഞ്ഞിരുന്ന കടുവ ചാടി വീണ് രാധയെ ആക്രമിച്ചത്. ഏതാണ്ട് 100-150 മീറ്ററോളം രാധയുടെ മൃതശരീരം ഇഴച്ചുകൊണ്ടുപോയി ഈ നരഭോജി കടുവ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 8:30 സംഭവം. നാട്ടുകാർക്ക് കനത്ത രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമം, ആ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കടുവയെ പിടികൂടാനുള്ള കൂട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുകയാണ്. ഇന്ന് രാത്രിയും ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള നിരീക്ഷണവും മറ്റ് നടപടിക്രമങ്ങളും തുടരും എന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വന്യജീവിയുടെ ആക്രമണ ഭീഷണിയിൽ നാട്ടുകാർ കഴിയുന്നു. വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഒന്നെങ്കിൽ കടുവയുടെ രൂപത്തിൽ, അതല്ലെങ്കിൽ കാട്ടാനയുടെ രൂപത്തിൽ ഈ ആക്രമണ സാധ്യത കണ്ടുകൊണ്ട് ഭയചകിതരായി കഴിയേണ്ട സാഹചര്യം നാട്ടുകാർക്കുണ്ടാകുന്നു.